വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ MLA VK പ്രശാന്താണ്. VK പ്രശാന്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആയതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട പലരും 2015 കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് VK പ്രശാന്തിന്റെ പേര് പരിഗണനയിൽ വന്നത്. അന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് VK പ്രശാന്ത് മത്സരിച്ച ഡിവിഷനിൽ നിന്നായിരുന്നു. 3400 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിന്റെ പേരിലായിരുന്നു VK പ്രശാന്തിനെ അന്ന് മേയറാക്കിയത്. ജനങ്ങളോട് സൗഹൃദം കാണിക്കാനും നടിക്കാനും VK പ്രശാന്തിന് നല്ല കഴിവാണുള്ളത് എന്നാണ് വിമർശകർ പറയുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ K മുരളീധരൻ നിലമ്പൂരിലേക്ക് മാറിയതിനു പിന്നാലെയാണ് വട്ടിയൂർക്കാവിൽ നല്ല ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നതും അവിടെ VK പ്രശാന്ത് വിജയിച്ചതും. 2021 തിരഞ്ഞെടുപ്പിലും VK പ്രശാന്ത് വിജയം ആവർത്തിച്ചിരുന്നു. അന്ന് UDFന്റെ സ്ഥാനാർത്ഥി അതിലും ദുർബലമായിരുന്നു. UDFന്റെ സ്വാഭാവികമായ നേതാക്കളുടെ തമ്മിൽ തല്ലുമൂലം അന്ന് അവിടെ വീണ S നായരുടെ പേരായിരുന്നു സ്ഥാനാർത്ഥിയായി വന്നത്. അന്ന് അവർ 3ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത്. വട്ടിയൂർക്കാവ് പക്ഷേ കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള മേഖലയായിരുന്നു. K മുരളീധരൻ ഒന്ന് ശ്രമിച്ചാൽ ഇന്നും വട്ടിയൂർക്കാവ് കൈപ്പിടിയിലാക്കാവുന്നതേയുള്ളൂ. K മുരളീധരന്റെ 8 കൊല്ലത്തെ അവിടെയുള്ള പ്രവർത്തനം അദ്ദേഹത്തിന് അവിടെ ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പായിരുന്നു ഉണ്ടാക്കിക്കൊടുത്തത്. എന്നാൽ VK പ്രശാന്ത് അവിടെ ഭരിച്ചു തുടങ്ങിയതിനു ശേഷം വലിയ മാറ്റങ്ങളാണ് വട്ടിയൂർക്കാവിൽ ഉണ്ടായത്. ശേഷം അവിടെ VK പ്രശാന്തും നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാക്കിയെടുത്തിരുന്നു. CPM വീണ്ടും VK പ്രശാന്തിന് സീറ്റ് കൊടുത്താൽ തന്നെ അവിടെ മുരളീധരനാണ് കോൺഗ്രസായി മത്സരിക്കുന്നതെങ്കിൽ അവിടെ ജയസാധ്യത കുറവാണെന്നതാണ് സത്യം. അതേസമയം VK പ്രശാന്തിനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പല സംഘടനകളും ആര്യ രാജേന്ദ്രനെതിരാണ്. അവിടെയാണ് ഇപ്പോൾ VK പ്രശാന്തിനെ CPM സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്.